സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഈ വീടിൻ്റെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന നടരാജനായിരുന്നു. ഇക്കാര്യത്തിൽ നവജിത്തിന് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നടരാജന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. അതൊക്കെ തന്നെ പല സമയത്തും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നതിനും ബഹളം വെക്കുന്നതിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നവജിത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഇന്ന് അവരെ ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകാനിരിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായത് എന്നതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ ജനപ്രതിനിധി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സംഭവം കേട്ടതിൻ്റെ ഒരു ഞെട്ടലിലാണ് ആളുകളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇത് വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഒതുങ്ങുന്ന ഒരു സമയത്താണ് ഇത് എനിക്ക് വെളി വരുന്നത്. പ്രദേശവാസികളാണ്, അവർ ഈ ബഹളം കേട്ടുകൊണ്ട് അപ്പുറത്ത് വന്ന് നോക്കിയപ്പം ജനൽ തുറന്ന് കിടക്കുകയാണ്. ജനൽ തുറന്ന് കിടക്കുന്നതുകൊണ്ട് ആർക്കും അത് കാണാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം അപ്പോൾ ആ പ്രദേശവാസി വിളിച്ചേച്ച് പറഞ്ഞ് അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം, ഇവിടെ വെട്ട് നടക്കുന്നുണ്ട്, വന്ന് പോലീസിനെ